ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് റമദാൻ 1-ൻ്റെ വീഡിയോ ഇന്നലെയായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ട് ഇന്നാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഓരോ ദിവസത്തും വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഉച്ചയ്ക്ക് ശേഷമല്ല അതിൻ്റെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾക്ക് പത്തിരിപ്പണിയാണല്ലോ, കുറച്ച് ടഫായിട്ടുള്ള പണി. അതുകൊണ്ട് ആദ്യം അതന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ എല്ലാ നോമ്പിനും കഴിഞ്ഞ വർഷം ഇങ്ങോട്ട് തൊട്ടിട്ട് നോമ്പിന് ഞാൻ അധികം വലിയൊരു ഒരുപാട് ഐറ്റംസ് കൊണ്ട് നോമ്പ് തുറക്കാൻ വിഭവങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ചെയ്യല്ല കേട്ടോ. കുറച്ചായിട്ട് ഞാൻ ഡയറ്റും കാര്യമൊക്കെ ആയതുകൊണ്ട് ഇവിടെ കാക്കയും ഞാനും എല്ലാവരും മൊത്തത്തിൽ നമ്മൾ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനൊരു കുറച്ച് കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങോട്ട് കുറച്ച് മാറ്റം വരുത്തി കേട്ടോ. അതൊക്കെ ഒന്ന് പറയാം കേട്ടോ. എന്നുവെച്ചാൽ ഞാനിപ്പം ഞാൻ തരിയാണ് ഉണ്ടാക്കി വെച്ചിട്ടോ. തരി ഉണ്ടാക്കി വെച്ച് പത്തിരീൻ്റെ പൊടി കുഴച്ച് വെച്ച് അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. പിന്നെ പറഞ്ഞാൽ ഇതുപോലത്തെ ഫ്രൈ ഐറ്റംസ് നമ്മൾ പൊരികളൊക്കെ അല്ലേ, പഴംപൊരി, സമൂസ അങ്ങനത്തെ ഒന്നും ഞാൻ വീട്ടിലുണ്ടാക്കലേ ഇല്ല കേട്ടോ. നോമ്പായാലും അല്ലാത്തപ്പോഴും ഉണ്ടാക്കില്ല. എപ്പോഴെങ്കിലും നമുക്ക് കൊതിയാകുമ്പോൾ ഉണ്ടാക്കും എന്നല്ലാണ്ട് ഉണ്ടാക്കില്ല കേട്ടോ. ഈ വീഡിയോ എടുക്കലും ഈ കുക്കിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് ഒരാൾ തന്നെ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ അപാരത കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കാരണം പത്തിരിയൊക്കെ മറിച്ചിടുമ്പം ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ആകൃതിയിലൊന്നും വരില്ല എന്ന് വരും, ചിലപ്പോൾ പൊള്ളിയില്ല എന്ന് വരും. കാരണം ഒരു കയ്യിൽ ക്യാമറ, ഫോണാണ്, മറ്റേ കൈ കൊണ്ട് പണിയും ചെയ്യല്ല. അപ്പം എന്തായാലും അറിയാലോ. അപ്പോൾ അത് വീഡിയോ എടുക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. എന്നിട്ടും പത്തിരി ഇങ്ങനെ പൊള്ളിക്കിട്ടേ എനിക്ക് അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവണം ആ ബുദ്ധിമുട്ടില്ല. കൂട്ടത്തിൽ ക്യാമറ പിടിക്കുകയും കൂടെ ചെയ്യുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ ഒരു പണി ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തെങ്കിലും ഒരു മാർഗം കാണും. ഒരു സ്റ്റാൻഡുമേൽ വെച്ചാലും തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിക്കണം. നമ്മൾ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ തിരിക്കണ്ടേ, അതും ഒരു പണിയല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ കയ്യിൽ തന്നെ പിടിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ പത്തിരിപ്പണി ആദ്യം അങ്ങ് തീർത്താൽ വലിയൊരു പണി തീർന്ന പോലെ അല്ലേ. അപ്പോൾ ഇപ്പം എളുപ്പത്തിൽ പത്തിരി ചുടാനുള്ള പല ടെക്നിക്കൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് സാധാരണ പത്തിരി പോലെ എനിക്ക് തോന്നില്ല. എന്നാലും ചെയ്തു നോക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ രണ്ടാമത് പത്തിരി ഇട്ടപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചട്ടകം കൊണ്ട് തന്നെ മറിക്കട്ടെ എന്ന് വിചാരിച്ച് ശ്രമിച്ച് നോക്കിയതാട്ടോ. പക്ഷേ ചട്ടകം കൊണ്ട് 2 മറിച്ച് മൂന്നാമത്തെ മറിക്കാൻ നോക്കുമ്പോഴത്തേക്കും അത് എനിക്ക് മറിക്കാൻ കിട്ടുന്നില്ല, പൊട്ടിപ്പോന്ന് തോന്നിയപ്പോൾ ഞാൻ സാഹസം ഒഴിവാക്കിയിട്ട് ചട്ടകം അവിടെ വെച്ച്. സാധാരണ നമ്മൾ വീഡിയോ പിടിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചട്ടകം കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടലും പത്തിരി ചുടലും ഒക്കെ അറിയൂല. പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ പത്തിരി പണിയൊക്കെ കഴിയും. ഇതിപ്പോൾ നമ്മൾ ക്യാമറ വീഡിയോ എഡിറ്റിംഗ് കൂടെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുമല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പത്തിരീൻ്റെ ഉരുളാക്കി വെക്കലൊന്നും ഞാൻ ചെയ്യല്ല, ഉണ്ടാക്കി വെക്കൂല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി വെക്കലാണ്. പക്ഷെ അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു വൃത്തിയോടെ തന്നെയാണല്ലേ. പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്ക് വീഡിയോ ഓഫാക്കി വെക്കുന്ന സമയത്ത്, ഫോൺ ഓഫാക്കി വീഡിയോ പിടിക്കാത്ത സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ അതൊക്കെ നല്ലപോലെ റോളാക്കി വെച്ചിട്ടുണ്ടോ. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ പത്തിരിപ്പണിയൊക്കെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നുകൊടുക്കും. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ വേറെ പണികൾ ഓരോന്നും ചെയ്യാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ക്യാമറയും കൂടി കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. അപ്പം തരി ഉണ്ടാക്കും ഞാൻ ഇപ്പോൾ നോമ്പായിട്ട് കുറച്ചായിട്ട് അങ്ങനെയാണ് കേട്ടോ. രണ്ടാമത്തെ നോമ്പപ്പം അങ്ങനെ 2ാമത്തെ വർഷം. അപ്പം എങ്ങനെ ആയാലും എല്ലാ പത്തിരിയും ഞാൻ പൊള്ളിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ 2 ഐറ്റംസ് ഒരു ദിവസം ഉണ്ടാക്കല്ല കേട്ടോ. എന്ന് വെച്ചാൽ ചില വീടുകളിലൊക്കെ നമ്മൾ കാണലുണ്ട് പൂള എന്ന് വെച്ചാൽ കപ്പല്ലേ, കപ്പയും പിന്നെ എന്തെങ്കിലും ചെറുപയറോ പിന്നെ എന്തെങ്കിലും പിന്നെ പച്ചക്കായ അതൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു കൂട്ടാനുണ്ടാക്കും. പിന്നെ അതുപോലെ ഒരു കഞ്ഞിയിൽ ജീരകം അരച്ചിട്ട് ജീരകക്കഞ്ഞി ഉണ്ടാക്കും, തരി ഉണ്ടാക്കും, അങ്ങനെ എല്ലാം കൂടെ ഉണ്ടാക്കൂലേ. അപ്പം ഈ കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ അങ്ങനെയുള്ളത് ഒന്നും വേക്കോട്ട് വെച്ചിട്ടോ. പൊരികൾ പറ്റ ഒഴിവാക്കി നമുക്ക് വേണം തോന്നുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ അടുത്തൊരു താത്ത ഉണ്ടാക്കുന്നുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരും കേട്ടോ. എന്നുവെച്ചാൽ 4 മതി, അത് മോനിക്ക് മാത്രം. പിന്നെ വത്തക്ക ജ്യൂസ് അടിക്കുകയും കേട്ടോ ചെയ്ത്. വത്തക്ക ആകുമ്പോൾ ഒരു ഗുണമുള്ള എന്താ വെച്ചാൽ മധുരം ചേർക്കണ്ടല്ലോ. ഞാൻ കുറേ ആയിട്ട് ഇപ്പോൾ മധുരം ഉപയോഗിക്കില്ല കേട്ടോ.
മധുരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. എന്നുവെച്ചാൽ ഫ്രൂട്ടിലുള്ള മധുരമൊക്കെ കഴിക്കും, പിന്നെ അല്ലാത്ത മധുരമൊന്നും കഴിക്കില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ വത്തക്ക ജ്യൂസിൽ എടുത്തതെന്ന് വെച്ചാൽ കസ്കസും പിന്നെ പാലും ആ വത്തക്ക അങ്ങനെ തന്നെ അടിച്ചതും, വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് വെള്ളവും ചേർത്ത്, അത്രേ ഉള്ളൂ. ഇത്തിരി വെള്ളം, പേരിന് ഇത്തിരി വെള്ളം ചെയ്തു. വെള്ളം ചേർക്കണം എന്നില്ല, ഞാനങ്ങ് ചേർത്തതേ ഉള്ളൂ. പിന്നെ അതുപോലെ തരി ഉണ്ടാക്കി, അതിലും മധുരം വെറും 2 സ്പൂൺ മധുരം മാത്രം കേട്ടോ. അതിപ്പോൾ ശീലമായതിനു ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് ആ മധുരത്തിന് പ്രശ്നമില്ല. പിന്നെ മോനിക്ക് എക്സ്ട്രാ ഞാൻ ഇട്ട് കൊടുക്കില്ല കേട്ടോ. മോന് ചെറിയ പ്രായം കുട്ടികൾക്ക് മധുരം ഇപ്പോഴേ കുറയ്ക്കണമെന്ന് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ +1 +2 ഒക്കെ പഠിക്കുന്ന കൗമാരക്കാർക്ക് എന്താ വെച്ചാൽ മധുരമായാലും എരിവായാലും എന്തായാലും എല്ലാം ആവശ്യത്തിന് വേണമല്ലോ. അപ്പോൾ ആ കുട്ടികൾ, അങ്ങനത്തെ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ എല്ലാത്തിലും ഒന്നും ഇങ്ങനെ മെഴുക്ക് കുറയ്ക്കാതെ അതിലൊന്നും വലിയ എന്താ പറയുക ഒരു ഇത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ. അതിലൊക്കെ ഒരു വല്ലാണ്ട് സ്ട്രിക്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ കൂടുതൽ നമ്മൾ നോമ്പിന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ തടിക്കുക ചെയ്യല്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാരയാണ്. പഞ്ചസാര ഇട്ട പാനീയങ്ങൾ, പഞ്ചസാര ഇട്ട പലഹാരങ്ങൾ, അതുപോലെ എണ്ണയിൽ വറുത്ത പൊരിച്ചൊക്കെ ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക അല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നോമ്പ് കാലത്ത് പിന്നെ പൊലച്ച സമയത്ത് ചോറ കഴിക്കുക. അങ്ങനെയൊക്കെ ഞാൻ ചോറ് തന്നെ കഴിക്കൽ കേട്ടോ. പക്ഷേ കുത്തരിച്ചോറാട്ടോ കഴിക്കുക. എന്ന് വെച്ചാൽ പാലക്കാട് മട്ട അരിയില്ലേ, അതുപോലത്തെ അരിൻ്റെ ചോറാണ് കഴിക്കൽ. പിന്നെ കറിയും കൂടെ ഉണ്ടാക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ. ചിക്കനാണ് കറി വെച്ച്, ബീഫ് ഉണ്ടായിരുന്നു. അപ്പം ബീഫ് ഇപ്പോൾ മറ്റ് വീടുകളിലൊക്കെ ആണെങ്കിൽ ആദ്യത്തെ നോമ്പല്ലേ, അപ്പം അതുകൊണ്ട് ചിക്കൻ കറിയും വെക്കാം, ബീഫ് വരട്ടുകയും ചെയ്യുക, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ വിചാരിക്കില്ല. അതിൻ്റെ മാറ്റം എനിക്ക് എൻ്റെ ശരീരത്തിൽ അറിയുന്നുണ്ട് കേട്ടോ, നല്ല മാറ്റമുണ്ട്. അങ്ങനെ ചായ ഉണ്ടാക്കി വെച്ച്, കറിയും ഉണ്ടാക്കി, പത്തിരി ചുട്ട്, തരി ഉണ്ടാക്കി, പിന്നെന്താ ജ്യൂസ് അടിച്ച് വെച്ച്. പക്ഷേ ഈ ചായയിലും ഞാൻ മധുരം ഉപയോഗിച്ചില്ല, ഒന്നുമില്ല. ഞാനിപ്പോൾ തരി ഉണ്ടാക്കിയപ്പോൾ 2 സ്പൂണ് പഞ്ചസാര ഇട്ടെന്നല്ലാതെ വേറെ ഒന്നിലും ഞാൻ മധുരം യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. പക്ഷേ ഈ വർഷത്തെ നോമ്പിന് അതും അറിയാനുണ്ട്. കഴിഞ്ഞ വർഷത്തെ നോമ്പിന് എനിക്ക് നല്ല ക്ഷീണമൊക്കെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.